ഭയപ്പാടിന്റെ മുൾമുനയിലാണ് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യരുമുള്ളത്. നമുക്കറിയാം, നമ്മൾ സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. എങ്കിൽ നമുക്കങ്ങനെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ പേരക്കുട്ടികളുടെ കാര്യത്തിൽ, നമ്മുടെ അനുജന്മാരുടെയും അനുജത്തിമാരുടെയും അവരുടെ മക്കളുടെയും എല്ലാം നമ്മുടെ കുടുംബത്തിലും നാട്ടിലുമുള്ള മക്കളുടെ കാര്യത്തിൽ വലിയ ഭയപ്പാടിലാണ് ഓരോ മനുഷ്യരുടെയും അവസ്ഥ. ഇവിടെ ഒരു പഴമൊഴി കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ, ഇരുമ്പിനെ മൂർച്ച കൂട്ടുന്നത് പോലെ താൻ ആരുമായി ഇടപെടുന്നവോ അവന്റെ സ്വഭാവം അവന് സ്വാധീനിക്കും. എന്നാൽ ആ ഇരുമ്പിനെ മൂർച്ച കൂട്ടുന്നത് പോലെ തന്നെ തുരുമ്പിക്കാനും അത് കാരണമാകുമെന്ന് ഒരു പഴമൊഴി പറയാറുണ്ട്. അൽമാറു യുറഫു ബിൽ ഖലീലി വ ഇന്നമാ യുദ്അ സ്വദീഖു ലിസ്വാഹിബിഹി ഉൻവാന എന്ന്. അഥവാ ഒരു സഹോദരന്, ഒരു സ്നേഹിതനെ അവനെ അറിയപ്പെടുന്നത്, അവനെ പരിചയപ്പെടുന്നത് അവന്റെ ഫ്രണ്ടിന്റെ അഡ്രസ്സിലായിരിക്കും എന്നാണ് കവി പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരാളെ പറ്റിയിട്ട് അന്വേഷിക്കുമ്പോൾ അയാളെ പറ്റിയിട്ട് മനസ്സിലാക്കണമെങ്കിൽ അയാളെ ഖലീലിനെ പറ്റിയിട്ട്, സ്നേഹിതനെ പറ്റിയിട്ട്, ഫ്രണ്ടിനെ പറ്റിയിട്ട് അന്വേഷിച്ചാൽ മതി, എന്നാൽ അവന്റെ ഡീറ്റെയിൽ മുഴുവനും ലഭിക്കുമെന്ന്. ഇത് വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വാക്കാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആരാണെന്ന് അന്വേഷിച്ചാൽ മതി, എൻ്റെ മുഴുവൻ ഡീറ്റെയിലും നിങ്ങൾക്ക് ലഭിക്കും. ഇത് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ മർഉ മിർആതു അഖി. ഒരു മനുഷ്യൻ തൻ്റെ സഹോദരന്റെ, തൻ്റെ കൂട്ടുകാരന്റെ കണ്ണാടിയാണ് എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇന്നലക മിൻ ഖലീലിക നസീബ. നിന്റെ സ്നേഹിതന്റെ കാര്യത്തിൽ നിനക്കൊരു പങ്കുണ്ട്. അവനെ നന്നാക്കുന്നതിലും അവനെ മോശക്കാരനാക്കുന്നതിലും നിനക്കൊരു പങ്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടത്, നമ്മൾ ഇടപെടുമ്പോഴും അതല്ലെങ്കിൽ നമ്മളെ കുട്ടികളോ, അത് പേരക്കുട്ടികളാവട്ടെ, സ്വന്തം കുട്ടികളാവട്ടെ, അനുജന്മാരാവട്ടെ, അല്ലെങ്കിൽ അവരുടെ കുട്ടികളാവട്ടെ, നമ്മുടെ നാട്ടിലുള്ള മക്കളാവട്ടെ, അവരൊക്കെ നമ്മളെ ആരൊക്കെയായിട്ട് ഇടപെടുന്നുണ്ടോ, നല്ല സജ്ജനങ്ങളുമായിട്ട്, നല്ല മനുഷ്യരുമായിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം, അങ്ങനെയുള്ള ആൾക്കാരുമായി കൂട്ടുകൂടുന്ന ഒരു സാഹചര്യം മാത്രമേ ഉണ്ടാകാവൂ. അതിനുള്ളൊരു അവസരം മാത്രമേ നമ്മൾ സൃഷ്ടിക്കാവൂ. അതിന് വിരുദ്ധമായ ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ കൈകടിക്കേണ്ടി വരും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ വാക്കിനെ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരെയും ഫ്രണ്ടായി സ്വീകരിക്കാം, സുഹൃത്തായി സ്വീകരിക്കാം. നമുക്ക് ഏത് രാഷ്ട്രീയക്കാരനെയും സുഹൃത്തായി സ്വീകരിക്കാം, ഏത് രാജ്യക്കാരനെയും സുഹൃത്തായി സ്വീകരിക്കാം, ഏത് ഭാഷ സംസാരിക്കുന്നവരെയും സുഹൃത്തായി സ്വീകരിക്കാം. എന്തുകൊണ്ടെന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലിന്റെ ഒരു സ്നേഹിതനായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉറൈഖ. അബ്ദുല്ലാഹി ബിൻ ഉറൈഖത്ത് മുസ്ലിം ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുഹൃത്തായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറ്റ ഒരു സ്നേഹിതനായിരുന്നു ഇബ്നു ദുഐന. ഇബ്നു ദുഐനയും മുസ്ലിം ആയിരുന്നില്ല. മുസ്ലിം അല്ലാത്ത സ്നേഹിതന്മാരും അത്തരമുള്ള ആൾക്കാരുടെ കൂട്ടുകെട്ടും പ്രവാചകന്റെയും അവിടുത്തെ അനുജന്മാരുടെയും ചര്യയില്, അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ എല്ലാം ഒരു കാര്യമുണ്ട്. ഇബ്നു ദുഐനയാവട്ടെ, അബ്ദുല്ലാഹി ബിൻ ഉറൈഖത്താവട്ടെ, അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു. നല്ല മനുഷ്യർ മാത്രമായിട്ടാണ് നമ്മൾ ഏത് രീതിയിലുള്ള കൂട്ടുകെട്ടും പാടുള്ളൂ. അല്ലെങ്കിൽ അവരുള്ള ദുർഗുണങ്ങൾ നമ്മളിലേക്ക് അത് സ്വാധീനിക്കപ്പെടുമെന്നുള്ള ഏറ്റവും ഗൗരവമായ കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇന്നമാ മസലു ജലീസി സ്വാലിഹി വ ജലീസി സൂ. നല്ല മനുഷ്യന്മാരുമായിട്ടും
മോശപ്പെട്ട ആൾക്കാർ ദുർജനങ്ങളുമായിട്ടുമുള്ള ഇടപെടലിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത് രണ്ട് കാര്യത്തോടുണ്ട്. ഒന്ന്, നല്ല മനുഷ്യരുമായിട്ട് ഇടപെടുന്നത് അയാൾ അത്തരം കച്ചവടക്കാരൻ്റെ അടുക്കൽ ഇരിക്കുന്നത് പോലെയാണ്. നീ വാങ്ങിയിട്ടില്ലെങ്കിലും അതിൻ്റെ സ്മെല്ല് അയാളിനെ സ്വാധീനിക്കും. മറിച്ച് ഒരു ദുർജനങ്ങളുമായിട്ട് മോശപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ അതിനെ റസൂല് പറഞ്ഞത് തീയൂതി കത്തിക്കുന്ന ഒരാളുടെ അടുക്കൽ ഇരിക്കുന്നത് പോലെയാണ്. ഒലോക്ക എന്നാണ് അതിന് പഴയ മലയാളത്തിലൊക്കെ പറയൽ. കൊല്ലന്മാരുടെ അടുക്കൽ അവർ ഇരുമ്പ് ചൂടാക്കാൻ വേണ്ടിയിട്ട് കത്തിക്കുന്ന തീക്കാണ് ആ നാഫിഖുൽ കീർ എന്ന് അറബിയിൽ പറയുന്നത്. അത് അങ്ങനെയുള്ള ഒരു ആളുടെ അടുക്കൽ ചെന്നിരുന്നാൽ അവനിലുള്ള ദുർഗന്ധം, ആ തീയിലുള്ള ദുർഗന്ധം അവനിലേക്ക് സ്വാധീനിക്കും എന്നതാണ് റസൂൽ പറഞ്ഞതിന്റെ ഉദാഹരണം. മറ്റൊരു ഉപമ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, കമസലി നഹ്ലത്തിൻ അകലത് ത്വയ്യിബൻ വവലഅത് ത്വയ്യിബൻ. ഒരു തേനീച്ചയെ പോലെയാണ്. എന്താ തേനീച്ചയ്ക്കുള്ള പ്രത്യേകത? തേനീച്ച നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നല്ലത് മാത്രമേ അത് ഭക്ഷിക്കുന്നതുള്ളൂ എന്നതുപോലെ തന്നെ നല്ലത് മാത്രമേ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നാം ഇടപെടുന്നവർ, നമ്മളുടെ മക്കളെ നാം ഇടപെടിക്കുന്നവർ, അവര് ഈ തേനീച്ചയെ പോലെ സൽഗുണമുള്ളവരായിരിക്കണം എന്നത് നമുക്ക് നിർബന്ധമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ ആയിരിക്കുക. മദ്യം ഉപയോഗിക്കാത്തവരായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ ഇടപെടുന്നവര്. ലഹരി ഉപയോഗിക്കാത്തവരായിരിക്കണം. അതുമായി ഒരു ബന്ധവുമില്ലാത്തവരായിരിക്കണം. പലിശ വാങ്ങുകയോ കൊടുക്കുകയോ ചൂതാട്ടം നടത്തുകയോ ചെയ്യുന്നവരാകാൻ പാടില്ല. അതുപോലെ അവിഹിതത്തെ അല്ലാഹു തആല വലാ തഖറബുസ് സിന, നിങ്ങൾ അവിഹിതം കൊണ്ട് അടുത്തു പോകരുത് എന്ന് പറഞ്ഞ ആ അവിഹിതത്തെ ആ രീതിയിൽ തന്നെ കാണുകയും അതിനെ ഗൗരവമായ തെറ്റായി കാണുകയും ചെയ്യുന്നവരായിരിക്കണം നാം കൂട്ടുകൂടുന്ന നമ്മുടെ ഫ്രണ്ട്സുകൾ. അതുപോലെ നമസ്കരിക്കുന്നവരാകണം, സത്യസന്ധത മാത്രം വെച്ച് പുലർത്തുന്നവരായിരിക്കണം, ശിർക്ക് ചെയ്യാത്തവരായിരിക്കണം. അല്ലെങ്കിൽ അവരിലുള്ള പറയപ്പെട്ട ഇതുപോലെയുള്ള തിന്മകള് നമ്മളിലേക്കും സ്വാധീനിക്കും, നമ്മുടെ മക്കളിലേക്കും സ്വാധീനിക്കും, നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാധീനിക്കും, നമ്മുടെ നാട്ടിലേക്ക് അത് സ്വാധീനിക്കും. നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ്. ഇത് നമ്മുടെ മക്കളെ ഒരു കലാലയത്തിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെയും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളൊരു ഹോസ്റ്റലിലേക്ക് നമ്മുടെ മക്കളെ ആക്കുമ്പോൾ അവിടെയും നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു നിരാശയിലേക്ക്, ഒരു വിരൽ കടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അവിടെ വെച്ചിട്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും, കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും, നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഗാന്ധിജിയുടെ ഒരു വാക്കുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. നല്ല മനുഷ്യരുടെയും നല്ല പുസ്തകങ്ങളുടെയും കൂട്ടായ്മയാണ് മനുഷ്യന്റെ ജീവിതത്തെ ഉയർത്തുന്നത് എന്ന് ഗാന്ധിജിയുടെ വാക്ക്. അത് നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ്. നല്ല പുസ്തകങ്ങള്, നല്ല സൈറ്റുകള്, നല്ല മെസ്സേജുകള്, ഇത് മാത്രമേ നമ്മൾക്ക്, നമ്മുടെ മക്കൾക്ക് നമുക്ക് ലഭിക്കാൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ നല്ല കൂട്ടുകാരുമായിട്ട് മാത്രം. ഇത് അവരെ ഉയർത്താൻ കാരണമാകും, അവരുടെ സ്റ്റാറ്റസ് ഉയർത്താൻ കാരണമാകും. അല്ലെങ്കിലോ നേരെ മറിച്ചായിരിക്കും അവസ്ഥ. ഇത് ഭൗതികമായ കാര്യമാണെങ്കിൽ നാളെ പരലോകത്തെത്തിയാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആൻ, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. സ്നേഹിതന്മാർ പരസ്പരം ശത്രുക്കളായി വരുന്നൊരു ദിവസം. സ്നേഹിതന്മാര് ഇവിടെ ചങ്കുകളായി മാറിയവർ, ഇവിടെ ചങ്കുകളായി നടന്ന ആൾക്കാര് നാളെ പരലോകത്ത് പരസ്പരം ശത്രുക്കളായി മാറും. വയൗമ യഉദ്ദുല്ലാലിമു അലാ യദൈഹി, അവർ കൈയിന്റെ വിരലുകൾ കടിക്കുന്ന ഒരു ഘട്ടമുണ്ട്. യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല. അവർ പറയും, ഞാൻ ആ ചങ്കിൻ്റെയോടൊപ്പം നടന്നില്ലായിരുന്നുവെങ്കിൽ, ആ സ്നേഹിതന്റെ കൂടെ ഒപ്പം നടന്നില്ലായിരുന്നുവെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സബീല് മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് അവർ പറയുന്ന ഒരു ദിവസത്തെ പറ്റിയിട്ട് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരലോകത്ത് നടക്കുന്ന ഒരു രംഗത്തെ പറ്റിയാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. ലാ യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അയാളെ എൻ്റെ സ്നേഹിതനായിട്ട്, അയാൾ എൻ്റെ സുഹൃത്തായിട്ട്, അവൻ എൻ്റെ ചങ്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കാരണം അവനിൽ എല്ലാ തിന്മയുമുണ്ട്. എന്നെ തിന്മയിലേക്ക് നയിക്കാൻ അവനാണ് കാരണക്കാരൻ. എന്നെ ലഹരിയുടെ അടിമയാക്കാൻ അവനാണ് കാരണക്കാരൻ. എന്നെ പലിശയുടെ കൂട്ടുകാരനാക്കാൻ അവനാണ് കാരണക്കാരൻ. ഞാൻ നമസ്കരിക്കാൻ പോകുമ്പോൾ എന്നെ തടഞ്ഞു നിർത്തിയവൻ അവനാണ്. ഞാൻ ജമാഅത്തിന് പോകുമ്പോൾ എന്നെ തടഞ്ഞു നിർത്തിയവൻ അവനാണ് എന്ന് നാളെ പരലോകത്ത് വെച്ച് പരസ്പരം സ്നേഹിതന്മാരെ ശത്രുക്കളായിക്കൊണ്ട് അവർ പരസ്പരം ആക്ഷേപിക്കുന്ന രംഗത്തെ പറ്റിയിട്ട്, കുറ്റപ്പെടുത്തുന്ന രംഗത്തെ പറ്റിയിട്ട് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഗൗരവമാണ്, ചില നിസ്സാരമായ കാര്യമല്ല. നമുക്കറിയാം, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നുണ്ട്, ഇഖാമത്ത് വിളിക്കുന്നുണ്ട്, നമസ്കരിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് മുഖവിലക്കെടുക്കാതെ 2 കല്ലും അതുപോലെ ഒരു ബഞ്ചും എടുത്തിട്ട് ഒരു പലയെടുത്തിട്ട് അതിൽ തന്നെ ഇരുന്ന് കഥയും പറഞ്ഞിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, നാളെ ആ സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. പള്ളിയിലേക്ക് നമസ്കാരത്തിന് വിളിക്കപ്പെടുമ്പോൾ വിശ്വാസി അവിടത്തേക്ക് പോകണം, വിശ്വാസി നമസ്കരിക്കുന്നവരായി മാറണം. അതുപോലെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്ന വിശ്വാസിയായിരിക്കണം. ഇല്ലെങ്കിൽ ആ തടഞ്ഞു നിർത്തുന്ന സുഹൃത്ത് ഇപ്പോൾ പോകണ്ട, അവിടെ പോകണ്ട എന്നൊക്കെ പറയുന്നവര് നാളെ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല എന്നുള്ള ഗൗരവമായ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാൻ ലിൽ ഇൻസാനി ഖദൂല. അല്ലാഹുവിന്റെ പ്രയോഗം നോക്കണം നിങ്ങൾ. അവനാണ് എന്നെ വഴിപിഴപ്പിച്ചത്, അവനാണ് എന്നെ തടഞ്ഞു നിർത്തിയത്, അവനാണ് എന്നെ വഴികേടിലേക്ക് എത്തിച്ചത്. അവിടെ അല്ലാഹു തആല പ്രയോഗിച്ചത് പിശാചി എന്നതാണ്. മനുഷ്യനെ വഴികേടിലാക്കുന്ന ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ട്, മനുഷ്യനെ വഴികേടിലാക്കുന്ന ഒരു സുഹൃത്തിനെ പറ്റിയിട്ട് അല്ലാഹു തആല ഇവിടെ പറയുന്നത് ശൈത്വാൻ, പിശാചി. അതുകൊണ്ട് അത്തരം മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലും ഭൂതവർഗത്തിലുമുള്ള പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് പറഞ്ഞ ആ ഒരു പിശാചായിട്ടാണ് അല്ലാഹു തആല ഇത്തരം ആൾക്കാരെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരുമായി ഇടപെടുന്നവരാണ്. പക്ഷേ ആ ഇടപെടുന്നവർ, നമ്മൾ ആരുമായി ഇടപെടുന്നുണ്ടോ അവരിലുണ്ടായിരിക്കേണ്ട ഒരു ഗുണങ്ങൾ, അവർ സജ്ജനങ്ങളായിരിക്കണം. അവരിൽ നല്ല പ്രവർത്തനങ്ങൾ മാത്രം ഉണ്ടായിരിക്കണം. ദുർജനങ്ങളാണോ, ദുർപ്രവർത്തനങ്ങളുള്ളവരാണോ, അവരിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ പരലോകവും നഷ്ടപ്പെട്ടു പോകും, ഇഹലോകവും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ സ്വന്തം കാര്യത്തിലല്ല, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ പേരക്കുട്ടികളുടെ കാര്യത്തിൽ, നമ്മുടെ നാട്ടിന്റെയും നാട്ടുകാരുടെയും കാര്യത്തിൽ നമുക്കൊരു ബോധം വേണം. ഇത് ഏറ്റവും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു അല്പം ഒരു മാന്യതയുള്ള ആൾക്കാരെ മുഴുവനും മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ്, ഭയപ്പാടിന്റെ മുൾമുനയിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ ഈ നാട്ടിൽ